ദേവി ഓ നോക്കറ എത്ര ചക്കപ്പൂതല്ലേ നമ്മളെ കുംഭമാസം ഏകാശി ആകുമ്പോഴത്തേക്ക് ചക്ക മൂക്കും അപ്പോഴൊക്കെ പറിക്കാണേ. ചക്കപ്പുലെല്ലാം പറിക്കണേ. പിന്നെ കനകേ ഇന്ന് വേണേ അപ്പൊ ഇത് നോക്കറ നീ കാണുന്നില്ല? കണ്ണു കാണില്ല? അടിപൊളിയല്ലേ? വേണേ നല്ല ചക്കപ്പൂതല്ലോ. നമ്മളെ വീട്ടിൽ വരുമ്പോ അങ്ങനെ ഉണ്ടാവില്ല, നിൽക്കാതെ വളർത്തിലേ ഉണ്ടാവുള്ളൂ. നിൽക്കുമ്പോലെ ചക്ക ആരാ പോയി നോക്കുക? അതെ ഒന്നും തോന്നില്ല. അതെ എന്തിന് എന്ത് തോന്നേ എന്തോരുണ്ട് കേരാനൊന്നും പണിയില്ല, നമുക്ക് തന്നെ കേരാ. അതെ എല്ലാവർക്കും അത് ഞാൻ പറഞ്ഞേ. നമുക്കില്ലെങ്കിലും മറ്റൊരാൾക്ക് ഉണ്ടായാലും നമുക്കൊരു കഷ്ടം കിട്ടൂലേ? അങ്ങനെയല്ലേ വേണ്ടത്. ഞാനെല്ലാം അങ്ങനെ വിചാരിക്കാം. നമ്മളെ കുഴപ്പമില്ല പ്ലാവില്ലെങ്കിലും മറ്റൊരാൾക്ക് ഉണ്ടായാലും നമുക്കൊരു കഷ്ടം കിട്ടൂലേ? നമുക്ക് തരുമല്ലോ. എന്തായാലും തരും. എന്തായാലും ഒരിക്കൽ തോന്നില്ല അതൊക്കെ ഒരു കഷ്ടം ഉണ്ടല്ലോ, ഒരു കഷ്ടം. അങ്ങനെ വിചാരിക്കൂലേ? ഇപ്പൊ മാങ്ങ നമുക്കില്ലെങ്കിൽ മറ്റൊരാൾക്ക് മാങ്ങിണ്ടെങ്കിൽ നമുക്ക് തരൂലേ? പഠിക്കുമ്പോൾ തരൂലേ? നമ്മൾ അതാതാളെന്ന് നട്ടിട്ടൊന്നും ഒന്നും ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടായാലും നമുക്ക് തരും. എന്നാലും ഇത് ആ കൊമ്പ് പൊട്ടുന്നതാണ് കേട്ടാ. എന്തെല്ലാം പൊട്ടിട്ട് കാണില്ലേ? അതിന്റെ കൊമ്പ് ഇനിയിപ്പോ ആദ്യം പൊട്ടാനായി കേട്ടാ. ഒടവുണ്ട് കേട്ടാ. പക്ഷെ ആ പൂതലിന് ഒടവുണ്ടല്ലോ. തല എന്നാലും തക്കിയില്ലേ? സൂര്യപ്രകാശം കിട്ടുന്നോണ്ടാകുമ്പോ നല്ല സൂര്യപ്രകാശം കിട്ടുന്നില്ലേ? അല്ലെ പിന്നെ ഇതുണ്ടാവും, നല്ല കാതിലുള്ള വിലാവും പൊട്ടുക. അവർക്ക് പൊട്ടിയിട്ടുണ്ടാവും. അതായിരിക്കും നല്ല രസമുണ്ടാവും. മീൻകറിയെല്ലാം വെക്കാൻ നല്ല പാകാണിക്കും. നെയ്യമർദ്ദിനെ അതിനകത്ത് ഒരു കഷ്ണം കപ്പിയും ആ ഒരു പുളിങ്കറി കൂട്ടാനുണ്ടാവും ഒരു രസവും. നമ്മൾ വെച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. വറുത്തിടുകയില്ല. നോക്കുകയില്ല ഒന്നുമില്ല. ആ മടത്തിലെ കഞ്ഞിയും ആ കറി ആ തടവിട്ടിട്ട് ഇങ്ങനെ രസം പറയാൻ കഴിയില്ല. വാഴത്താടി വിട്ടിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കോരി കൊടുക്കുക. എന്ത് ചൂടായാലും പടിഞ്ഞാടി ഇരുന്ന് അതിന്റെ അടിയിലത്തെ വാഴത്തടയുടെ അടിയില് ചക്ക കാണുമ്പോ അതാ തോന്നുന്നു. ഫസ്റ്റ് തന്നെ ചക്കയാകുമ്പോ അതാ തോന്നുന്നു. പണ്ടല്ല എത്ര വലിയ പ്ലാവ് എത്രപ്പാട് ചക്ക നമ്മളെ പറമ്പത്തില്ല. നെയ്യമർദ്ദിന് നിൽക്കുമ്പോഴത്തേക്ക് ചക്ക കൂനല് പോലെ ഉണ്ടാവും അമ്പലത്തില്. ഇഷ്ടം പോലെ ഇപ്പൊ പക്ഷെ ഇപ്പൊ നമുക്ക് ധൈര്യത്തിലായി. ചക്കയുടെ ഉള്ളോണ്ട് നല്ലൊരു ധൈര്യമായി. ചക്ക ഇഷ്ടം പോലെ പറിച്ചാ തരൂലേ? പിന്നെ ആ പുളിങ്കറി വെച്ചിട്ടാകുമ്പോ ഇങ്ങനെ ആ ടേസ്റ്റ് നമ്മൾ അത്ര വെച്ചിട്ടും കാര്യമില്ല. വറുത്തിട്ടും തേങ്ങ ഒരു വേറെ തന്നെ അതിന്റെ ടേസ്റ്റ്. അമ്പലത്തില കഞ്ഞി കുടിച്ചാ പിടിയാ. പോവാ